ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും എല്ലാം എടുത്തു നോക്കുമ്പം മമ്മൂട്ടിയുമായി ബന്ധപ്പെട്ട വിവാദങ്ങളും അതിൻ്റെ വിമർശനങ്ങളും ആക്ഷേപങ്ങളും ഒക്കെയാണല്ലേ കാണുന്നത്. അതായത് ഇന്നലെയാണ് മമ്മൂട്ടി മുണ്ടക്കൈ ദുരന്തബാധിതർക്കുള്ള ടൗൺഷിപ്പ് സന്ദർശിക്കാനെത്തിയത്. തന്നെ അനുഗമിച്ച CPM ജില്ലാ സെക്രട്ടറിയോട് മാറി നിൽക്കാൻ പറഞ്ഞ് മമ്മൂട്ടിക്കെതിരെ സൈബർ ആക്രമണം ഇപ്പോൾ ശക്തമായിരിക്കുകയാണ്. ദുരന്തബാധിതർക്കായി രാപ്പകൽ ഓടി നടന്ന പൊതുപ്രവർത്തകനോട് മാറി നിൽക്കാൻ പറഞ്ഞത് ശരിയായില്ല എന്നാണ് പൊതുവെയുള്ളൊരു വിമർശനം. CPI സൈബർ ഹാൻഡിലുകൾ മാത്രമല്ല, സാംസ്കാരിക പ്രവർത്തകരും മാധ്യമ പ്രവർത്തകരുമെല്ലാം മമ്മൂട്ടിക്കെതിരെ പോസ്റ്റുകൾ ഇട്ടിട്ടുണ്ട്. മുഹമ്മദ് അസ്ലം കൂടുതൽ വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. അസ്ലം, എന്തായാലും ഇന്ന് സോഷ്യൽ മീഡിയയിലൊക്കെ നിറഞ്ഞു നിൽക്കുന്നത് ഈ ഒരു വിവാദമാണ്. എന്താണ് സംഭവിച്ചത്? ഈ ഒരു അദ്ദേഹത്തിൻ്റെ മമ്മൂട്ടിയുടെ ഏതെങ്കിലും തരത്തിലുള്ള പ്രതികരണം ഇതിൽ വന്നിട്ടുണ്ടോ? ഈ ഒരു വിവാദമുണ്ടായ ശേഷം തുടർന്നുള്ള കാര്യങ്ങൾ, വിവാദങ്ങൾ ഒക്കെ എങ്ങനെയാണ്? വയനാട് ടൗൺ മുണ്ടക്കൈ ദുരിതബാധിതർക്കുള്ള ടൗൺഷിപ്പ് സന്ദർശിക്കാൻ ഇന്നലെയാണ് മെഗാസ്റ്റാർ മമ്മൂട്ടി അവിടെ എത്തുന്നത്. അവിടെ എത്തി പിന്നെ വീടുകൾ എല്ലാം സന്ദർശിക്കുകയും മാധ്യമങ്ങളോട് പ്രതികരിച്ച് മുന്നോട്ട് പോവുകയും ചെയ്തു. ആ സമയത്ത് പിന്നെ വലിയ വിവാദങ്ങളിലേക്ക് പോയിരുന്നുണ്ട്. അതേസമയം അതിനുശേഷമാണ് പുറത്തൊരു വീഡിയോ വരുന്നത്. അതായത് CPMന്റെ വയനാട് ജില്ലാ സെക്രട്ടറി K റഫീഖും മമ്മൂട്ടിയൊപ്പം അനുഗമിച്ചിരുന്നു. അവിടെ എല്ലാം കാണിച്ചു കൊടുക്കാനും മറ്റുമൊക്കെ അദ്ദേഹം പിന്നെ അവിടുത്തെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നതിൽ തന്നെ റഫീഖ് ഉണ്ടാവുകയും ചെയ്തിരുന്നു. ഇതിനിടയ്ക്ക് അദ്ദേഹം പിന്നെ നിങ്ങൾ എന്തിനാണ് എപ്പോഴും എൻ്റെ കൂടെ നടക്കുന്നത്, അവിടെ തന്നെ നിന്നാൽ മതി, പിന്നെ ആൾക്കാർ നിങ്ങൾക്ക് വേണ്ടി വന്നാണെന്ന് ആൾക്കാർ വിചാരിക്കുമെന്ന രീതിയിൽ അദ്ദേഹം പറയുന്നതും സംബന്ധിച്ചൊരു വീഡിയോ, അതായത് അദ്ദേഹത്തിന്റെ മമ്മൂട്ടിയുടെ വീഡിയോ എടുത്ത് ആരുടെയോ കയ്യിൽ വന്നാണ്, മൊബൈലിൽ നിന്ന് അങ്ങനെ കിട്ടിയൊരു ഓഡിയോ ആണ്. ആ ഓഡിയോ പുറത്തു വന്നതോടുകൂടി തന്നെയാണ് ഈ വലിയ തോതിലുള്ള വിമർശനങ്ങളിലേക്ക് പോകുന്നത്. ആദ്യഘട്ടത്തിൽ CPM സൈബർ ഹാൻഡിലുകളായിരുന്നു രൂക്ഷമായ വിമർശനവുമായി എത്തിയത്. കാരണം ഒരു പൊതുപ്രവർത്തകൻ, പ്രത്യേകിച്ച് മുണ്ടക്കൈ ദുരിതബാധിതർക്ക് വേണ്ടി രാവും പകലും ഇല്ലാതെ ഇറങ്ങി വന്ന ഓടിയുന്ന പ്രവർത്തകനെ മാറി നിൽക്കാൻ പറഞ്ഞ മെഗാസ്റ്റാറിന്റെ ഒരു ധാർഷ്ട്യമാണെന്ന രീതിയിൽ പല തോതിലുള്ള പോസ്റ്റുകൾ വന്നു. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് പിന്നെ അത് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് സാമൂഹ്യ പിന്നെ വിമർശനം, അല്ലെങ്കിൽ പല സാമൂഹ്യ പ്രവർത്തകരും സാംസ്കാരിക പ്രവർത്തകരും മാധ്യമ പ്രവർത്തകരൊക്കെ തന്നെ വിമർശിക്കുന്ന കാര്യം, പലരും താൻ പിന്നെ മുണ്ടക്കൈ ദുരന്തമുണ്ടായ രാത്രി മുതൽ ആഴ്ചകളോളം നീണ്ട ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളിൽ കൈമായി ഇറങ്ങിയ DYFI ബ്രിഗേഡിനെ കുറിച്ച് എല്ലാവരും പറയുന്നുണ്ട്. പരസ്യമായി മുന്നിൽ അത്രയും ക്യാമറ കണ്ണുകൾക്ക് മധ്യേ നിന്നായിരുന്നു മമ്മൂട്ടി എന്ന നടന്റെ ധാർഷ്ട്യം എന്നൊരാൾ പറയുന്നുണ്ട്. പക്ഷേ അവമാനിക്കപ്പെട്ട മനുഷ്യൻ തലകുലുക്കി ചിരിച്ചുകൊണ്ട് പിന്നിലേക്ക് മാറിയിരുന്നു. അങ്ങനെ ഒരു തരത്തിൽ തന്റെ അടുത്ത് സ്നേഹപൂർവ്വം കാര്യങ്ങൾ വിശദീകരിച്ചു കൊടുത്ത ജനകീയ നേതാവിനെ പരസ്യമായി അവമാനിക്കുക വഴി ഒരുപാട് ചെറുതായിപ്പോയി മഹാനടൻ എന്നൊരാൾ പറയുന്നത്. മമ്മൂട്ടി ചെയ്ത സാമാന്യ മര്യാദയുടെ ലംഘനമാണെന്ന് ഒരാൾ പറയുന്നുണ്ട്. അങ്ങനെ ഓരോ സ്ഥലം ഏത് പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിമാരായിരുന്നു അവർ ജനങ്ങൾക്കിടയിൽ ഉയർന്നു വന്നവരാണ്. ആരെങ്കിലും എഴുതി തയ്യാറാക്കി തിരക്കഥയിൽ ഉജ്ജ്വല കഥാപാത്രമായി വന്നവരല്ല അവരാരും. അങ്ങനെ തുടങ്ങി വ്യത്യസ്തമായ വലിയ രീതിയിലൊരു സൈബർ ആക്രമണം ഇപ്പോൾ നേരിട്ട് കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഇന്നും ഇത് തന്നെയായിരിക്കും എല്ലാവരുടെയും ചർച്ച. എല്ലാവരുടെയും സോഷ്യൽ ഹാൻഡിലുകളൊക്കെ തന്നെ മമ്മൂട്ടി ആയിരിക്കും എന്നതിൽ സംശയമില്ല. മുഹമ്മദ് അസ്ലമാണ് കോഴിക്കോട്ട് നിന്നും വിവരങ്ങൾ നൽകിയത്.